നിഷ്ക്രിയമായി അധികാരികൾ. തെരുവ് നായ്ക്കളുടെ ഭീതിയിൽ പത്തനംതിട്ട ജില്ല. 4 വർഷം കടിയേറ്റത് 55,000 പേർക്ക്. പത്തനംതിട്ട ജില്ലയിൽ തെരുവ് നായ്ക്കളുടെ തുടർച്ചയായ അക്രമ പരമ്പരകൾ ജനങ്ങളെ കടുത്ത ഭീതിയിലാഴ്ത്തുന്നു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 1.5 വയസ്സുകാരനെ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ച് ഓടയിലേക്ക് വലിച്ചിഴച്ച ദാരുണമായ സംഭവമാണ് ഏറ്റവും ഒടുവിലായി അടൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടൂർ സ്വദേശികളായ ഷാഹിനയുടെയും അനസിന്റെയും മകൻ മുഹമ്മദ് റംസാനാണ് ഈ ക്രൂരമായ ആക്രമണത്തിനിരയായത്. വീട്ടുപടിക്കലിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ തെരുവ് നായ്ക്കൾ കടിച്ചുകീറി റോഡരികിലെ ഓടയിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അമ്മയ്ക്കും നാട്ടുകാർക്കും നേരെയും നായകൾ കുരച്ചെടുത്തുവെങ്കിലും സാഹസികമായാണ് ഇവർ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. മുഖത്തും തലയിലും ശരീരമാസകലവും ഗുരുതരമായി കടിയേറ്റ കുഞ്ഞ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണത്തിലാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തെരുവ് നായ്ക്കളുടെ ആക്രമണം ഭീതിജനകമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. ഓമല്ലൂരിൽ അടുക്കളവാതിൽ വഴി വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ തെരുവുനായ 3 വയസ്സുകാരി സുകന്യയെ ക്രൂരമായി ആക്രമിച്ചിരുന്നു. കൂടാതെ കൊടുമണ്ണിൽ LKG വിദ്യാർത്ഥികളായ ഇരട്ടക്കുട്ടികൾക്കും വെച്ചൂച്ചെറിയിലും കുളനടയിലും നിരവധി ജനങ്ങൾക്കും തെരുവ് നായ്ക്കളുടെ കടിയേറ്റു. ഇത്രയും ഗുരുതരമായ സാഹചര്യം ജില്ലയിലുണ്ടായിട്ടും നായ്ക്കളുടെ അഴിഞ്ഞാട്ടത്തിന് തടയിടേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തികഞ്ഞ നിസ്സംഗതയിലാണ്. തെരുവുനായ നിയന്ത്രണത്തിനായി പഞ്ചായത്തുകളും നഗരസഭകളും ഫലപ്രദമായി ഒന്നും ചെയ്യുന്നില്ല എന്ന വ്യാപകമായ ജനരോഷമാണ് ഇപ്പോൾ ഉയരുന്നത്. പേപ്പറിൽ പ്രഖ്യാപിക്കുന്ന വന്യീകരണ പദ്ധതികളും വാക്സിനേഷൻ ഡ്രൈവുകളും പ്രായോഗിക തലത്തിൽ പൂർണ്ണ പരാജയമാണ്. അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററുകളും പലയിടത്തും നിശ്ചലമാണ്, അല്ലെങ്കിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാതെ വഴിപാടായി മാറുന്നു. മാലിന്യ സംസ്കരണത്തിലെ പാളിച്ചകൾ മൂലം തെരുവുകളിൽ നായ്ക്കൾ പെരുകുമ്പോഴും അധികാരികൾ കണ്ണടച്ചിരിക്കുകയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ പത്തനംതിട്ട ജില്ലയിൽ മാത്രം 55,000-ലധികം പേർക്കാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. കൃത്യമായി പറഞ്ഞാൽ 55,923 പേർക്ക്. ആക്രമണങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടതിന് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാനായി ഈ വർഷം മാത്രം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 25 ലക്ഷത്തിലേറെ രൂപയാണ് കോടതി ഉത്തരവ് പ്രകാരം പിഴയായി ഒടുക്കേണ്ടി വന്നിരിക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ പിഴയടയ്ക്കാൻ ഉപയോഗിക്കുമ്പോഴും ഒരു പ്രതിരോധ മാർഗവും കൃത്യമായി നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ നായ്ക്കളുടെ കടിയേറ്റാൽ നമ്മൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ കൂടി പറയാതെങ്ങനെ? കടിയേറ്റാൽ ഒട്ടും സമയം കളയാതെ കൃത്യമായ പ്രഥമ ശുശ്രൂഷ നൽകുന്നത് പേവിഷബാധ തടയുന്നതിൽ നിർണായകമാണ്. കടിയേറ്റ ഭാഗം പൈപ്പിൽ നിന്ന് ഒഴുക്കുള്ള വെള്ളത്തിലും സോപ്പ് ഉപയോഗിച്ചും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും നന്നായി കഴുകണം. മുറിവിലുള്ള വൈറസുകളെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. മുറിവുകൾ സാധാരണയായി ബാൻഡേജ് ഉപയോഗിച്ച് മുറുക്കി കെട്ടുകയോ തുന്നലിടുകയോ ചെയ്യാറില്ല. ഇത് വൈറസ് ബാധ കൂടാൻ കാരണമായേക്കാം. മുറിവ് ചെറുതാണെങ്കിൽ പോലും ഒട്ടും വൈകിക്കാതെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ എത്തിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റി റാബീസ് വാക്സിനും മുറിവിന്റെ തീവ്രതയനുസരിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷനും എടുക്കുക. കുട്ടികളെ വീട്ടുപടിക്കലോ മുറ്റത്തോ കളിക്കാൻ വിടുമ്പോൾ മുതിർന്നവരുടെ മേൽനോട്ടം എപ്പോഴും ഉണ്ടായിരിക്കണം. നായ്ക്കളുടെ മുന്നിൽപ്പെട്ടാൽ ഭയന്ന് ഓടുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യരുതെന്നും ശാന്തമായി നിൽക്കണമെന്നും കുട്ടികളെ ചെറുപ്പം മുതലേ പറഞ്ഞു മനസ്സിലാക്കുക. ഓടുമ്പോൾ നായ്ക്കൾ കൂടുതൽ ആക്രമണകാരികളാകാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്വന്തം വീട്ടുമുറ്റത്തിറങ്ങാൻ പോലും ഭയക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. ഇനിയെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ ഉറക്കം വിട്ടുണർന്ന് ശാശ്വതമായ പരിഹാരം കാണുമോ എന്നാണ് ജനങ്ങൾക്കറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.